ഹലോ ഗൈസ്, നമ്മൾ ഇന്ന് കാണാൻ വന്ന ഡ്രാമയുടെ പേര് ക്യാൻ ദിസ് ലവ് ബി ട്രാൻസ്ലേറ്റഡ്. ഡ്രാമ സ്റ്റാർട്ട് ചെയ്യുന്ന മുമ്പ് നമ്മൾ മുമ്പേ പറഞ്ഞ പോലെ തന്നെ ഫസ്റ്റ് എപ്പിസോഡിന് മാത്രം എല്ലാവരും ഹൈപ്പ് ഇട്ടോ. എന്തായാലും ഡെയിലി ഇടുന്നവർ ഇടാൻ പറ്റത്തില്ലായിരിക്കും, കാരണം ആകെ 3 ചാൻസ് അങ്ങാണ്ടേ ഉള്ളൂ ഒരാഴ്ചയിൽ. സോ എന്തായാലും ഉള്ളവരെല്ലാം ഹൈപ്പ് ഇട്ടോ. ഇപ്പം നമുക്ക് ഫസ്റ്റ് എപ്പിസോഡിലേക്ക് പോവാം. കഥ തുടങ്ങുന്ന തന്നെ നമ്മുടെ ഡ്രാമയുടെ പേര് വെച്ച് തന്നെയാണ്. ആദ്യം തന്നെ ഒരു ആക്ട്രസ് ആയിട്ടുള്ള ചാമൂഹിയാണ് കാണിക്കുന്നത്. അങ്ങനെ അവളൊരു TV ഷോയുടെ ഷൂട്ടിങ്ങിന് വേണ്ടി ഇപ്പൊ വിദേശത്ത് കറങ്ങാൻ വേണ്ടി വന്നേക്കുക. അങ്ങനെ ഇവളുടെ കൂടെ വന്ന ടീംസ് എല്ലാം അവൾ അവിടെ നടന്നുപോയി സംസാരിക്കുന്നതൊക്കെ റെക്കോർഡിങ് ചെയ്തുകൊണ്ടിരിക്കുമ്പം ഇവൾക്ക് ഇവിടുത്തെ ഭാഷയൊന്നും അറിയാത്തതുകൊണ്ട് അത് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ വേണ്ടി ആ ടീമിൽ ഒരാളും കാണും. അവന്റെ പേരാണ് ജുഹോജിൻ. അങ്ങനെ അവൻ ഓരോന്നായിട്ട് ഇവൾക്ക് പറഞ്ഞു കൊടുത്തോണ്ടിരിക്കുമ്പം അവളാണ് ഇവന്മാരെന്തേലൊക്കെ ഇംഗ്ലീഷ് എഴുതിയാലല്ലേ മനസ്സിലാത്തുള്ളെന്ന് പറഞ്ഞ് അവൾ തിരിച്ച് അവനോട് പറയുമ്പം അവനാണ് ഇംഗ്ലീഷിലുണ്ട്, ചിലപ്പോൾ ഇവൾക്ക് ഭാഷ അറിയാത്തോണ്ട് അതും കണ്ടു കാണത്തില്ലെന്ന് പറയും. അപ്പോഴാണ് അവളും ഇംഗ്ലീഷൊക്കെ അറിയാം, ABCD ഒക്കെ അല്ലേ ഇംഗ്ലീഷ്. എന്നിട്ട് ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇവളുടെ അടുത്തേക്ക് വേറൊരു ജപ്പാൻ ആക്ടറും കൂടെ വരും. അവന്റെ പേര് ഹിറോ. ഇവർ രണ്ടുപേരും കൂടെ ആക്ട് ചെയ്യുന്ന ഒരു ഡേറ്റിംഗ് ഷോ ആണിത്. അതായത് ഒരു കൊറിയൻ ആക്ട്രസും ജപ്പാൻ ആക്ടറും കൂടെ ഡേറ്റ് ചെയ്യുന്ന ഒരു ഷോ. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഇവിടെ ഹോജിനും കറക്റ്റായിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുത്തോണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് ആക്ടർ ഹീറോയും ഇവളെ നോക്കി ഇവിടത്തെ സീനറിയെക്കാളും ഇവളെ കാണാൻ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണെന്ന് പറഞ്ഞ് അവൻ അവളോട് ഇഷ്ടമൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അങ്ങനെ പെട്ടെന്ന് അവൻ പ്രൊപ്പോസ് ചെയ്ത ഉടനെ ഇവിടെ ട്രാൻസ്ലേറ്റ് ചെയ്തുകൊണ്ടിരുന്ന ഹോജിനും ഒരു സെക്കൻഡ് ഷോക്കായി പോകും. കാരണം അവനും അവൾ ഇഷ്ടപ്പെടുന്ന പോലെയാണ് കാണിക്കുന്നത്. ഇതേ സമയം അവളാണ് ഇവൻ ട്രാൻസ്ലേറ്റ് ചെയ്തൊന്നും പറയാത്തോണ്ട് ഇപ്പൊ ഈ ആക്ടർ എന്തോ സംസാരിച്ചെന്ന് പറഞ്ഞ് അവൾ ചോദിച്ച് മനസ്സിലാക്കാൻ നോക്കുമ്പം അവനാണ് കുറച്ച് ഇമോഷണലായി ഐ ലവ് യു ചാമൂഹി എന്ന അവൻ പറഞ്ഞെന്ന് ഇപ്പൊ ഇവളോട് പറയും. അങ്ങനെ ഈ ഒരു ഡയലോഗ് കേട്ട് അവള് സ്റ്റണ്ണായി ആ ക്യാമറ വഴി ഇവനെ തന്നെ നോക്കും. അങ്ങനെ ഈ ഒരു സിറ്റുവേഷനിലേക്ക് വരുന്നതിന് ഒരു വർഷം മുമ്പാണ് ഇപ്പൊ നമുക്ക് കാണിക്കുന്നത്. ഇപ്പൊ ഹോജിനും അവന് നല്ലോണം പരിചയമുള്ള മിസ്റ്റർ കിമ്മിന് വേണ്ടി ജപ്പാനിൽ ചെന്ന് ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കും. അങ്ങനെ അതിനുശേഷം അവനും ഇവനൊരു സ്ഥലം വരെ പോകണ്ടെന്ന് പറഞ്ഞിട്ട് അയാൾക്ക് ബായ് പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങും. അങ്ങനെ ഇവൻ ഇപ്പൊ നടന്നു പോയിക്കൊണ്ടിരിക്കുന്ന അതേ സ്ഥലത്താണ് ചാമൂഹി അവിടേക്ക് വരുന്നത്. അങ്ങനെ അവളെ ചതിച്ച ബോയ് ഫ്രണ്ടിനെ തപ്പി വന്നേക്കുക. പക്ഷെ ഇവൾ ആദ്യമായിട്ട് ജപ്പാനിലേക്ക് വരുന്നോണ്ട് അവൾ എങ്ങനെ ആ സ്ഥലത്തെത്തുന്ന അറിയാതെ കുറച്ച് കൺഫ്യൂസിലൊക്കെ അവൾ പോയിക്കൊണ്ടിരിക്കും. അതിനുശേഷം അവൻ അവിടെ നിന്ന് ട്രെയിനിൽ കയറി പോകുമ്പോഴാണ് ഇവന്റെ ക്രഷിനെ കുറിച്ചുള്ള ഓർമ്മയൊക്കെ വന്നു പോകും. അവളുടെ പേര് ജീസിയോൺ. അങ്ങനെ അവളായിട്ടുള്ള ഓർമ്മയൊക്കെ ഇവൻ ആലോചിച്ചുകൊണ്ട് ആ ട്രെയിനിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഇവന്റെ തൊട്ടടുത്ത് തന്നെ ചാമൂഹിയും കാണും. അങ്ങനെ രണ്ടുപേരും കൂടെ അവസാനം ഒരേ സ്ഥലത്താണ് ചെല്ലുന്നത്. അങ്ങനെ അവളും ഇപ്പോൾ ഇവളെ ചതിച്ചിട്ട് അവനിപ്പോൾ ഡേറ്റ് ചെയ്യുന്ന ആ ജപ്പാൻകാരിയെ ചീത്ത വിളിക്കാൻ വേണ്ടി കുറെ ട്രാൻസ്ലേറ്റ് ഒക്കെ ചെയ്ത് നോക്കിക്കൊണ്ടിരിക്കുമ്പം ഇവളുടെ തൊട്ടടുത്തിരുന്ന് ഇതെല്ലാം ഹോജിന് കേട്ടോണ്ടിരിക്കും. അപ്പോഴാണ് ഒരു സെക്കൻഡ് അവൾ അവനെ നോക്കിയിട്ട് ഇവൻ കൊറിയൻ ആണെന്ന് നോക്കുമ്പം അവൻ വായിച്ചുകൊണ്ടിരിക്കുന്ന ചൈനീസ് ആയിരിക്കും. അതുകൊണ്ട് അവളും ഇവനോടും ചോദിക്കാൻ പറ്റത്തില്ല. ഈ ട്രാൻസ്ലേറ്ററും ഇവള് പറയുന്ന അതേ ഫോഴ്സിലൊന്നും തെറി വിളിക്കുന്നില്ലെന്ന് അവള് തന്നെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് ഇവന്റെ ഫോണിലാണ് ഒരു മെസ്സേജിന്റെ സൗണ്ട് കേൾക്കും. അപ്പോഴാണ് ഇത് കേട്ട് അടുത്ത സെക്കൻഡ് അവളാണ് ഷോക്കായിട്ട് ഇതൊരു കൊറിയൻ സൗണ്ട് അല്ലേ, നീ അപ്പൊ സത്യത്തിൽ കൊറിയൻ ആണോ, എന്നിട്ട് എന്തിനാണ് ചൈന പോലെ എന്റെ അടുത്ത് ആക്ട് ചെയ്ത് എന്നതിന് അവളും ചോദിക്കുമ്പം ഇത് കേട്ട് അവനാണ് ഇവളുടെ അടുത്ത് എന്തിനാ ആക്ട് ചെയ്യുന്നത്, അവൻ ചൈനീസ് അല്ല എല്ലാ ഭാഷയും പഠിക്കാറുണ്ടെന്ന് പറയും. അങ്ങനെ അത് കണ്ട് ഇവള് തെറ്റിരിച്ച അവൻ എന്ത് എന്ന് പറഞ്ഞ് തിരിച്ച് അവളോട് പറയുമ്പോൾ തന്നെ അവളാണ് ഇവൻ പറയുന്ന ഒന്നും തന്നെ വിശ്വസിക്കത്തില്ല. അപ്പോഴാണ് അവിടേക്ക് വന്ന ഒരു ഫോറിനറിന്റെ മകനും എന്തോ കഴിച്ച് കുറച്ച് സീരിയസ് ആയിട്ടിരിക്കുമ്പം ഇവനാണ് അവരുടെ ഭാഷയിൽ ചെന്ന് ഇവർക്ക് എന്തോ പറ്റിയെന്ന് പറഞ്ഞ് ചോദിച്ച് മനസ്സിലാക്കും. അങ്ങനെ അവസാനം അവനായിരിക്കും സംസാരിച്ച് അവരെ ചെന്ന് ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പോഴാണ് ഇത് കഴിഞ്ഞ് ചാമുഹിയും ഇവന്റെ സാധനങ്ങളൊക്കെ അവൾ സുരക്ഷയായിട്ട് നോക്കിക്കോളാൻ പറയും. അങ്ങനെ അവസാനം അവരെ ചെന്ന് ആംബുലൻസിലാക്കിയിട്ട് ഇവൻ തിരിച്ച് കടയിലേക്ക് വരുമ്പം ഇവളാണ് പുറത്ത് ഇവന് വേണ്ടി ബാഗുമായിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ അവൻ ബാഗ് വാങ്ങിച്ചിട്ട് പോകാൻ നോക്കിയാലും ഇവളാണ് അവരെ സഹായിച്ച പോലെ ഇവളെയും കൂടെ സഹായിക്കാൻ പറയും. അങ്ങനെ ഫോണിൽ ട്രാൻസ്ലേറ്ററിനേക്കാളും ഒരു മനുഷ്യൻ ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന ഇമോഷനോടെ വരുത്തോളെന്ന് പറഞ്ഞ് അവള് സഹായം ചോദിക്കുമ്പം ഇവനാണ് ആ തെറിയൊന്നും ഇവനെ കൊണ്ട് വിളിക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞ് അവൻ ബായ് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകാൻ നോക്കും. അപ്പോഴാണ് വീണ്ടും അവൾ അവനെ തടഞ്ഞിട്ട് എന്തായാലും ഇവളുടെ അവസ്ഥയെക്കുറിച്ചല്ല മനസ്സിലായി കാണുമല്ലോ, ഇവളെ ചതിച്ച ബോയ് ഫ്രണ്ടിനെ കാണാൻ വേണ്ടിയാ ഇവിടെ കൊന്നേന്നറിയും. അങ്ങനെ അതുകൊണ്ട് ഭാഷ അറിയാതെ അവൻ എന്തേലൊക്കെ സംസാരിച്ച പിന്നെ ഇവൾ മൊത്തം നാണം കെട്ട് പോകത്തില്ലെന്ന് പറഞ്ഞ് ഇവന്റെ സഹായം ചോദിക്കുമ്പം അവനാണ് ഇവളെ സഹായിക്കാൻ തീരുമാനിക്കും. പക്ഷെ ഇവൾ പറയുന്ന ചീത്തയൊന്നും അവൻ ട്രാൻസ്ലേറ്റ് ചെയ്യത്തില്ലെന്ന് പറയും. അങ്ങനെ അതിനുശേഷം അവനും ഇവളുടെ ചതിച്ച ബോയ് ഫ്രണ്ടിന്റെ ഗേൾ ഫ്രണ്ടിനോട് ചെന്ന് സംസാരിക്കുമ്പോഴാണ് അവൻ ഇവിടെ ഇല്ലെന്ന കാര്യം അറിയാൻ വരുന്നത്. അപ്പോഴാണ് ചാമൂഹിയും ഇവള് വരുന്ന കാര്യം അറിഞ്ഞ് അവൻ ഏതേലും കുഴിക്കാതെ ചെന്ന് പതുങ്ങിയിരിക്കുമെന്ന് പറഞ്ഞ് ദേഷ്യത്തിലൊക്കെ പറയുമ്പം അവൻ ഇത് ട്രാൻസ്ലേറ്റ് ചെയ്ത് ഇവളോട് ഇപ്പൊ പറയണമെന്ന് ചോദിക്കും. അപ്പോഴാണ് ചാമൂഹിയും അതൊന്നും വേണ്ട, ആ തെണ്ടി എപ്പോൾ തിരിച്ചുവരുമെന്ന് മാത്രം ചോദിച്ചാൽ മതി എന്ന് പറയും. അങ്ങനെ അതേപോലെ അവനും ചോദിക്കുമ്പം മറ്റേ പെങ്കൊച്ചും എങ്കിൽ പിന്നെ അവന്റെ ഗേൾ ഫ്രണ്ടിനെ വിളിക്കാമെന്ന് പറഞ്ഞ് വേറൊരു ലേഡിയെ വിളിക്കും. ഇതോടെ അവനാണ് ടെൻഷനായി ഇതല്ലേ ഗേൾ ഫ്രണ്ട് എന്ന് പറഞ്ഞ് ഇവൾ ആരോട് ഈ സംസാരിക്കുന്നത് ചോദിക്കുമ്പം അവൾ അവനെ പോലെ തന്നെ ഇവിടെ പുകഞ്ഞോയിരിക്കുക. അതുകൊണ്ട് ഫോട്ടോയൊക്കെ എടുത്ത് ഇവനോടും കാണിച്ചിട്ട് ഈ ഫോട്ടോയുടെ അടുത്ത് ഈ പെങ്കൊച്ചല്ലേ നിൽക്കുന്നത്, അപ്പൊ ഇതല്ലേ ഗേൾ ഫ്രണ്ട് എന്നിന് ഇവള് സംശയം ചോദിക്കുമ്പം അവന്റെ തൊട്ടടുത്ത് വേറൊരു സ്ത്രീയും കാണുമായിരുന്നു. അങ്ങനെ അവളാണ് യഥാർത്ഥത്തെ ഗേൾ ഫ്രണ്ട്.
അപ്പോഴാണ് ഇത് കണ്ട് ഇവളാണ് ഷോക്കായി. ഞാൻ ആ ഫോട്ടോയ്ക്കകത്ത് കണ്ടിട്ട് വിചാരിച്ച് എന്റെ അതേ പ്രായം കാണത്തുള്ളെന്ന്. പക്ഷെ ഇവർക്ക് നല്ല പ്രായം ഉണ്ടല്ലോ. കൂടാതെ അവര് പ്രഗ്നന്റ് ആണെന്നും കൂടെ ഇവള് മനസ്സിലാക്കും. അതുകൊണ്ട് എത്ര മാസമായി എന്നെല്ലാം ചോദിക്കാൻ പറ്റുമെന്ന് ഇവളിപ്പോൾ അവനോട് പറയുമ്പം അവനാണ് ചോദിച്ചു മനസ്സിലാക്കി ഇപ്പൊ 7 മാസമായെന്ന് പറയും. അപ്പോഴാണ് അവളും ഇവളെ ബ്രേക്കപ്പ് ചെയ്തിട്ട് 3 മാസമായതേ ഉള്ളു, പക്ഷെ അവൻ 7 മാസം മുമ്പേ വേറൊരു പെണ്ണുമായിട്ട് ജീവിക്കുമായിരുന്നെന്ന് പറഞ്ഞ് അവൾക്ക് മൊത്തം ദേഷ്യമാവും. അപ്പോഴാണ് ഇവളെ കണ്ടിട്ട് മറ്റേ ലേഡിയാണ് ഇത് മിസ് ചാമൂഹിയാണോന്ന് പറഞ്ഞ് അവനോട് ചോദിക്കുമ്പം അവൻ അങ്ങനെ കണ്ട പറഞ്ഞ് അതിനിപ്പോ എന്തോന്ന് ചോദിക്കും. എന്നിട്ട് പുറത്ത് വെച്ച് അവളാണ് ദേഷ്യത്തി ഇവള് പറയുന്ന തെറിയും ശാപവും എല്ലാം കൂടെ ജപ്പാനി ട്രാൻസ്ലേറ്റ് ചെയ്ത് തരാൻ പറ്റുമെന്ന് പറഞ്ഞ് അവനെ കുറിച്ച് കുറെ തെറി വിളിക്കുമ്പം ഇവനാണ് അതെല്ലാം കേട്ട് ഇങ്ങനത്തെ സംഭവങ്ങളൊന്നും അവൻ ട്രാൻസ്ലേറ്റ് ചെയ്യത്തില്ലെന്ന് പറയും. കൂടാതെ ഇവളെ ഇറങ്ങിയതിനു ശേഷം ആ ലേഡിയും ഇവളെ ബ്രേക്കപ്പ് ചെയ്ത ബോയ് ഫ്രണ്ട് എന്നല്ല ആ സ്ത്രീ പ്രഗ്നന്റ് ആവുള്ള കാരണം എന്ന് പറയും. പക്ഷെ അവർ രണ്ടുപേരും ഇപ്പൊ പ്രണയത്തില്ല. അതുകൊണ്ട് ഇവളെ കൊണ്ട് പറ്റുമെങ്കിൽ അവനെ വിളിച്ചോണ്ട് പോയിക്കോളാൻ വേണ്ടി ആ ജപ്പാൻകാരി പറഞ്ഞായിട്ട് പറയുമ്പം ഇത് കേട്ട് ഇവളാണ് എന്തുവാ പറ്റുമെങ്കിൽ ഞാൻ വിളിച്ചോണ്ട് പോയിക്കോളാന്ന്. അവൾ എന്തെന്നെ കളിയാക്കുവാണ്. നീ ആ പെണ്ണുമ്പിള്ളയുടെ എക്സ്പ്രഷൻ വല്ലതും കണ്ടായിരുന്നോ? ഒരു കളിയാക്കിയ രീതി വല്ലായിരുന്നോ സംസാരിച്ച എന്നിന് അവളും ചോദിക്കുമ്പം അവനാണ് അതൊന്നും അറിയത്തില്ല, അവള് പറഞ്ഞ മാത്രം ഇങ്ങോട്ടൊന്ന് പറഞ്ഞതേ ഉള്ളെന്ന് പറയും. അപ്പൊ ഇവളും എങ്കിൽ പിന്നെ ഒന്നും കൂടെ നമുക്ക് പോയി അവളുടെ റിയാക്ഷൻ കണ്ടിട്ട് വരാം. എന്നോട് സഹതാപം കാണിച്ച അവൾ ഇങ്ങനെ സംസാരിച്ചാണെങ്കിലോ കമോൺ ട്രാൻസ്ലേറ്റർ എന്നിന് അവള് വിളിക്കുമ്പം അവനാണ് എക്സ്ക്യൂസ് മീ എന്നെ കൂടെ ഒന്നും പറ്റത്തില്ല. കൂടാതെ നിങ്ങൾ ബ്രേക്കപ്പ് ചെയ്യുന്നല്ലോ പറഞ്ഞ്, എങ്കിൽ പിന്നെ അവൻ ചതിച്ചിട്ടൊന്നുമില്ല. കാരണം അത് അവന്റെ കുഞ്ഞും അല്ലല്ലോ. അവൻ രണ്ടുപേര് പ്രണയിക്കുമ്പോ ഇനി നീ ഇടയ്ക്ക് പോയാൽ നീ ആയിരിക്കും ബാഡ് ഗേൾ ആയിട്ട് മാറാമെന്ന്. എന്നിന് അവനും പറയുമ്പം അതൊക്കെ അവള് നോക്കിക്കോളാം, ആദ്യം നമുക്ക് അവളോട് ഒന്നും കൂടെ പോയി സംസാരിക്കാന്ന് പറഞ്ഞ് ഇവനെ വിളിക്കുമ്പം അവനാണ് അവസാനം വരെ പറ്റത്തില്ലെന്ന് പറഞ്ഞിട്ട് ഇവൾക്കൊല്ലം തെറി വിളിക്കണ ഇവളുടെ നടുക്കത്തെ വിരൽ കാണിച്ചാന്ന് പറഞ്ഞ് അവൻ അവിടെ നിന്ന് പോകും. അപ്പോഴാണ് ചാമൂഹിയും അവര് പ്രണയിക്കുവാണ്. അപ്പൊ ഞാനാണോ ഇവിടെ തെറ്റുകാരി എന്ന് പറഞ്ഞ് ഇവള് മുമ്പ് ഇതേപോലെ ബ്രേക്കപ്പ് ചെയ്തിട്ട് അവൻ തന്നെ തിരിച്ചു വരാറുണ്ടെന്ന് പറയും. പക്ഷെ ഈ തവണ അവനായിട്ട് ഇങ്ങനെ പെട്ടെന്ന് ബ്രേക്കപ്പ് ചെയ്തു പോയി വേറൊരു പെണ്ണുമായിട്ട് ഇങ്ങനെ ജീവിക്കുവാണ്. ഇവൾക്ക് എന്തോ വിലയുള്ളെന്ന് പറഞ്ഞ് കുറച്ച് മാനത്തോടെ ഈ പ്രശ്നം തീർത്തരാൻ വേണ്ടി പറയും. അതുകൊണ്ട് ഇവളുടെ ലവിനെ ട്രാൻസ്ലേറ്റ് ചെയ്യുമെന്ന് പറഞ്ഞ് അവനോട് കെഞ്ചുമ്പം വീണ്ടും അവളുടെ കൂടെ ആ കടയിലേക്ക് ചെല്ലും. അതിനുശേഷം ചാമുഹി ചോദിച്ചു മനസ്സിലാക്കുമ്പോഴാണ് അവൾ അറിയാൻ വരുന്ന ഇവളുടെ കൂടെ പ്രണയത്തിലായിരുന്നപ്പോഴും അവൻ ഇടയ്ക്ക് 2-3 മാസമൊക്കെ ഈ ജപ്പാൻകാരുടെ കൂടെ ജീവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അവളും എങ്കിൽ പിന്നെ ഇത് ചതിച്ചല്ലേ എന്ന് പറഞ്ഞ് അവളിങ്ങനെ തനിയെ പറയുമ്പം അവനിപ്പോ സത്യാവസ്ഥ മനസ്സിലാക്കും. എന്നിട്ട് അവളും ഇവനെ കൊണ്ട് ചീത്ത ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റത്തില്ലെങ്കിൽ എങ്കിൽ പിന്നെ അവള് പറയുന്ന ഈ ഡയലോഗ് ട്രാൻസ്ലേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞ് ഇവളുടെ അടുത്ത് നിന്ന് തട്ടിക്കൊണ്ടുപോയി ഒരു മോശമായ ജീവിതം ജീവിച്ചാലും രണ്ട് സന്തോഷമായിട്ടിരിക്കട്ടെ എന്ന് പറഞ്ഞ് അവരെ വിഷ് ചെയ്യാൻ പറയും. അങ്ങനെ ഇവള് കളിയാക്കി പറഞ്ഞിടാൻ നോക്കുമ്പം മറ്റേ ജപ്പാൻകാരിയാണ് ഇവളെ കുറിച്ച് മൊത്തത്തിൽ മോശമായിട്ട് പറയും. അതായത് ഇവളെ കണ്ട് സഹതാപെട്ടെന്നല്ല ചാമുഹിയെ പ്രണയിച്ച പയ്യൻ ഇവളുടെ അടുത്തേക്കൊന്ന് അവര് കണ്ട് പ്രണയത്തി വീന്നയെന്ന് പറയും. കൂടാതെ ചാമുഹി ഒരു അനാഥയായിട്ട് ജീവിക്കുന്നുണ്ട്, അവളുടെ കഷ്ടപ്പാട് കണ്ടായിരിക്കും അവൻ കൂടെ വന്നേന്ന് പറഞ്ഞ് ഇപ്പൊ ചാമുഹിയെ കണ്ടാല അവൾക്ക് സഹതാപം തോന്നിയെന്ന് പറഞ്ഞ് അവളെ കുറിച്ച് സംസാരിച്ചോണ്ടിരിക്കുമ്പം അവൾക്കാണ് ഒന്നും മനസ്സിലാവാതെ ഇവനോട് എന്തോ സംസാരിക്കുന്ന ചോദിക്കും. അപ്പോഴാണ് അവനത് പതിയെ കേട്ടോണ്ടിരിക്കുമ്പം ആ ജപ്പാൻകാരിയും ഇവളുടെ ബോയ് ഫ്രണ്ട് ചതിച്ചെന്നറിഞ്ഞിട്ടും അവൻ എന്നെ ഇത്രയും ദൂരം വന്നേക്കുവാണ്, എങ്കിൽ പിന്നെ ഇവളുടെ അവസ്ഥ പാവം തന്നെയെന്ന് പറഞ്ഞ് ഇവൾക്ക് വേറെ ആരെയും കിട്ടാത്തതുകൊണ്ടല്ലേ ഇത്രയും ദൂരം യാത്ര ചെയ്ത് ഇങ്ങോട്ടേക്ക് വന്നേന്ന് അവളുടെ ക്യാരക്ടറിനെ കളിയാക്കി സംസാരിച്ചോണ്ടിരിക്കും. അങ്ങനെ അത് അവന് ട്രാൻസ്ലേറ്റ് ചെയ്ത് ഇവളോട് പറയാൻ വരുമ്പം ഇവളാണ് പറഞ്ഞില്ലേലും എനിക്ക് മനസ്സിലാക്കാൻ പറ്റുമെന്ന് പറഞ്ഞ് ഇവള് സങ്കടത്തി അവൾക്ക് കരച്ചിൽ വരുമെന്ന് പറയും. പക്ഷേ ഈ നാരിയുടെ ഫ്രണ്ടിൽ കരഞ്ഞ് അവൾക്ക് നാണം കെടാൻ വയ്യെന്ന് പറയുമ്പം ഇത് മനസ്സിലാക്കുന്ന അവനാണ് പെട്ടെന്ന് അവളെ ഹഗ് ചെയ്തിട്ട് അവള് കരയുന്ന കാണിക്കത്തില്ല. എന്നിട്ട് അവനും ചുമ്മാ ഇവരൊന്ന് കണ്ടിട്ട് പോകാൻ വേണ്ടി വന്നേ, അല്ലാതെ ചതിച്ച തന്റെ ബോയ് ഫ്രണ്ട് അന്വേഷിച്ച് വരാൻ അവൾക്ക് വേറെ ബോയ് ഫ്രണ്ട് ഒന്നും കിട്ടാത്തുണ്ടെന്നില്ലെന്ന് പറയും. അങ്ങനെ ഇവ രണ്ടുപേരും ഇപ്പൊ ഡേറ്റ് എന്നൊരു കള്ളം പറഞ്ഞ് ഈ സ്ത്രീ ഇപ്പൊ പറഞ്ഞ വാക്കൊന്നും അവൻ ഇഷ്ടപ്പെട്ട പെണ്ണിനോട് പറഞ്ഞ് വേദനിപ്പിക്കത്തില്ലെന്ന് ഇവന് പ്രൊട്ടക്റ്റീവായിട്ട് കുറെ സംസാരിച്ചിട്ട് ചാമുഹിയും വിളിച്ചോണ്ട് അവിടെ നിന്ന് പോകും. അങ്ങനെ അതുകൊണ്ട് തന്നെ ആ ജപ്പാൻകാരിയും മൊത്തത്തിൽ നാണം കെട്ട അവസ്ഥയായിരിക്കുമ്പം ഇവളാണ് പോകുന്ന മുമ്പ് മിഡിൽ ഫിംഗർ കാണിച്ചിട്ട് അങ്ങ് പോകും. എന്നിട്ട് അവളും പുറത്ത് വെച്ച് ഇന്നത്തെ ദിവസം ഇവളെ സഹായിച്ചതിന് താങ്ക്സ് പറഞ്ഞിട്ട് വേണം ഇവനെല്ലാം കഴിക്കാൻ വാങ്ങിച്ചു തരാമെന്ന് പറയുമ്പം അവനാണ് അതൊന്നും കുഴപ്പമില്ലെന്ന് പറഞ്ഞ് ഇവൻ ഇപ്പൊ ഇവിടെ നിന്ന് പോകുമെന്ന് പറയും. അതുകൊണ്ട് അവളും ഒരു ബായ് പറയാൻ മനസ്സില്ലാതെ എങ്കിൽ പിന്നെ എൻജോയ് ട്രിപ്പ് എന്ന് പറഞ്ഞ് അവൾ ഇവന് താങ്ക്സ് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകും. അപ്പോഴാണ് അവനും ഇവള് പോകുന്നിട്ട് ഇവളെ കണ്ട എനിക്കൊന്നും സാധാരണ തോന്നില്ലല്ലോ എന്നിന് അവനും ഇവളെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചിട്ട് അവിടെ നിന്ന് പോകും. അപ്പോഴാണ് കുറച്ച് സമയം കഴിഞ്ഞ് വീണ്ടും ചാമുഹി അവിടെ ഓടിയെത്തിയിട്ട് ഇവന്റെ ഫോൺ ഇവളുടെ തന്നെയാന്ന് പറയും. അങ്ങനെ ആരോ ഫോൺ വിളിച്ചെന്ന് പറഞ്ഞ് ഇവന്റെ കൊടുക്കുമ്പോൾ ഇവ സഹായിച്ച മറ്റേ ഫോറിനേഴ്സ് ആയിരിക്കും വിളിച്ച. അങ്ങനെ അവരുടെ മകൻ ഇപ്പൊ ഒരു കുഴപ്പമില്ലെന്ന് പറഞ്ഞ് ഇവ സഹായിച്ചതിനൊക്കെ താങ്ക്സ് പറയും. കൂടാതെ അവരിപ്പോ ആശുപത്രിയിലായതുകൊണ്ട് ഇന്ന് അവര് ബുക്ക് ചെയ്തൊരു ഹോട്ടലിലേക്ക് ഇവനെ വേണേ പോയിക്കോളാൻ പറയും. അങ്ങനെ അവൻ വേണ്ടെന്ന് പറഞ്ഞിരുന്നാലും അവരെ സഹായിച്ചുകൊണ്ട് തിരിച്ചൊരു സഹായം ചെയ്യാൻ വേണ്ടി ഇവൻ അതിന് പോയേ പറ്റത്തുള്ളൂ പറഞ്ഞ് 2 പേർക്കുള്ള സീറ്റ് ഇവന്റെ ഫ്രണ്ട്സിനെ ആരെങ്കിലും വിളിച്ചോണ്ട് പോകാൻ പറഞ്ഞ് അവരിവിടെ നിന്ന് ഫോൺ കട്ട് ചെയ്യും. അപ്പോഴാണ് അവിടേക്ക് ഒരു നവളാണ് ഇത് ഏത് ഭാഷയാന്ന് പറഞ്ഞ് ഇവനോട് ചോദിക്കുമ്പോൾ അവൻ ഇറ്റാലിയൻകാരെ സംസാരിച്ച
കൂടാതെ അവർ ഇന്ന് ബുക്ക് ചെയ്ത ഹോട്ടലിൽ അവർ കഴിക്കാൻ പോകാൻ പറ്റാത്തതുകൊണ്ട് ഇവനെ പോയിക്കോളാൻ പറഞ്ഞെന്ന് പറയും. അതുകൊണ്ട് ഇവൾക്ക് വേറെ പണിയൊന്നുമില്ല, ഇവന്റെ കൂടെ വരാൻ പറ്റുമെന്ന് ചോദിക്കുമ്പോൾ അവളാണ് ഷോക്കായിട്ട് കുറച്ച് സമയം മുമ്പ് ഇവൾ വിളിച്ചപ്പോൾ ഇവൻ വരുന്നില്ലെന്നല്ലേ പറഞ്ഞെന്ന് ചോദിക്കും. അപ്പോഴാണ് അവനും വരുന്നില്ലെന്ന് പറഞ്ഞല്ല, അവന്റെ ഒന്നും ആവശ്യമില്ലെന്ന് അവൻ ഡിസിപ്ലിൻ കീപ്പ് ചെയ്തതെന്ന് പറയും. കൂടാതെ ഇത് ഇവനായിട്ട് വിളിക്കുമല്ല, ഇറ്റാലിയൻകാർ രണ്ടുപേർക്ക് ബുക്ക് ചെയ്തോണ്ട് അത് വേസ്റ്റ് ആയിരിക്കാൻ വേണ്ടി ഇവളെ വിളിച്ചതെന്ന് പറയുമ്പോൾ അവളാണ് സന്തോഷത്തി. എങ്കിൽ പിന്നെ ഇവൾ ഇതിനു മുമ്പ് സഹായിച്ചതിന് തിരിച്ചൊരു സഹായമായിട്ട് ഇവൾ വരാന്ന് പറയും. അപ്പോഴാണ് അവനും സഹായം ഇവനല്ലേ ചെയ്യുന്നതെന്ന് പറഞ്ഞ് എന്തായാലും 7 മണിക്ക് റിസർവേഷൻ ചെയ്ത് വെച്ചേക്കുന്നത്, അതുകൊണ്ട് അതുവരെ രണ്ടുപേർക്കും വേണം ഇവിടെ ചുമ്മാ കറങ്ങാന്ന് പറയും. അങ്ങനെ അതിന് ഇവൾക്ക് ഓക്കെ ആണെന്ന് ചോദിക്കുമ്പോൾ അവളാണ് നാണിച്ചിട്ട് എങ്കിൽ പിന്നെ അതുവരെ എങ്ങോട്ടേക്കാ പോകുന്നതെന്ന് ചോദിക്കും. അതിനെ ഇവ രണ്ടിനും കൂടെ പരസ്പരം പേരൊക്കെ ചോദിച്ച് മനസ്സിലാക്കി ഓരോ സ്ഥലം ചുറ്റി കറങ്ങാൻ വേണ്ടി പോകും. അപ്പോഴാണ് അവളും ഇവളൊരു ആക്ട്രസ്സാന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ അവന് വലിയ സെലിബ്രിറ്റി എന്നൊക്കെ വിചാരിക്കും. പക്ഷെ അവളാണ് എല്ലാ ആക്ട്രസ് സെലിബ്രിറ്റി എന്നല്ലെന്ന് പറഞ്ഞ് ഇവൾ കുറച്ച് ഫോളോവേഴ്സ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞ് കാണിച്ചു കൊടുക്കുമ്പോൾ അവനാണ് ഇവളുടെ പ്രൊഫൈൽ കണ്ടിട്ട് ദ ക്രൂക്ക് സിനിമയ്ക്കകത്ത് നീ ഉണ്ടായിരുന്നോ, പക്ഷെ എനിക്ക് നിന്നെ കണ്ട ഓർമ്മയില്ലല്ലേ എന്നിന് അവൻ ആലോചിക്കുമ്പോൾ അവളാണ് ആകെ ഒരു ചെറിയ സീന് വന്നോളെന്ന് പറഞ്ഞ് പിന്നെ എങ്ങനെ ഇവൻ കാണുന്ന പറയും. അതിനേശ് ഇവള് വലിയ സക്സസ് ആയിട്ടുള്ള ആക്ട്രസ് എന്നല്ലെന്ന് പറഞ്ഞ് ഇവൾക്ക് വലുതായിട്ടൊന്നും ആകർഷിക്കാൻ പറ്റത്തില്ലെന്ന് പറയുമ്പോൾ അവനാണ് ഇവൾ പറഞ്ഞു കേട്ടിട്ട് എന്തായാലും ഇവളുടെ ജീവിതത്തിൽ ഇരുന്ന് ഒരു ശാപം പോയി കിട്ടിയതുണ്ട്, ഇനി ഇവളുടെ ആഘോഷം വരാൻ പോകുന്നോളെന്ന് പറഞ്ഞ് ആ ദിവസത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യാൻ പറയും. അപ്പോഴാണ് അവളും അവന് താങ്ക്സ് പറഞ്ഞ് അവനെ നോക്കി തലയാട്ടിക്കൊണ്ടിരിക്കും. എന്നിട്ട് ഇവരുടെ ഒരു സ്ഥലത്ത് ചെന്നിരിക്കുമ്പോൾ അവളാണ് ഇവനും കൂടെ ഉള്ള ഒരു ഫോട്ടോ എടുത്ത് പോസ്റ്റ് ഇട്ടിട്ട് ഇന്നോട്ട് ഇവളുടെ ജീവിതത്തിൽ ആഘോഷങ്ങൾ വരാൻ പോകുന്ന പറഞ്ഞ് അവൾ ഇൻസ്റ്റയ്ക്കകത്ത് പോസ്റ്റ് ചെയ്യും. എന്നിട്ട് അവളും ഇവനൊന്നും ഫോട്ടോസ് എടുത്ത് ഇൻസ്റ്റയ്ക്കകത്ത് ഇടുന്നില്ലെന്ന് ചോദിക്കുമ്പോൾ അവനാണ് അങ്ങനെ പോസ്റ്റും ചെയ്യാറില്ല, വല്ലപ്പോഴൊക്കെ ഇൻസ്റ്റയ്ക്കകത്ത് കയറത്തുള്ളെന്ന് പറയും. അപ്പോഴാണ് അവളും ഒന്ന് കുറച്ച് പേരും കൂടെ ഇവളെ ഫോളോ ചെയ്തായിരുന്നെങ്കിൽ ഇവൾക്ക് 10,000 ഫോളോവേഴ്സ് ആയെന്ന് പറഞ്ഞ് അവളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവനാണ് എങ്കിൽ പിന്നെ ഇവളെ ഫോളോ ചെയ്യാനാണോ ഈ ഡയലോഗ് പിറക്കുകയും ചെയ്യും. അപ്പോഴാണ് അവളും രണ്ടുപേർക്ക് പരസ്പരം ഫോളോ ചെയ്യാന്ന് പറഞ്ഞ് ഇവന്റെ അക്കൗണ്ട് എടുക്കാൻ പറയുമ്പോൾ അവനും കുറച്ച് ടെൻഷനായി. ഇവള് ഇനി വലിയ ഫേമസ് ആയ സെലിബ്രിറ്റി ആയിട്ട് മാറിയ പിന്നെ ഇവനെ ഫോളോ ചെയ്തിരിക്കുന്നുണ്ട്, എല്ലാരും കൂടെ ഇവന്റെ അക്കൗണ്ട് തപ്പി കണ്ടുപിടിച്ച് മൊത്തത്തിൽ ഒരു വലിയ സീനായി പോകുമെന്ന് പറയും. അങ്ങനെ അത് കേട്ട് അവൾക്കാണ് ചിരി വന്നിട്ട് അത്രയ്ക്ക് ഫേമസ് ആയിട്ടൊക്കെ ഞാൻ മാറുമെന്ന് പറഞ്ഞ് ഇവൻ ഫോളോ ചെയ്യാൻ പറ്റത്തില്ലെന്നും ഒരാളെ കൊതിപ്പിച്ചിട്ടാണോ പറയുന്നതെന്ന് അവളും കുറച്ച് സന്തോഷത്തിലേക്ക് ഇരിക്കും. അതിനുശേഷം അവനും അങ്ങ് ദൂരെ ഇരിക്കുന്ന ഒരു ഐലൻഡിനെ കാണിച്ചിട്ട് ഇതിനുമുമ്പ് ഇവനൊരു വ്യക്തിയുടെ കൂടെ ഇവിടേക്ക് വന്നപ്പോൾ ആ വ്യക്തിക്ക് ഐലൻഡ് ഗിഫ്റ്റ് ആയിട്ട് വേണമെന്ന് ഇവനോട് ചോദിച്ചാലെന്ന് പറയും. അങ്ങനെ ഇന്ന് അതേ വ്യക്തിയുടെ ബർത്ത്ഡേ ആയതുകൊണ്ട് അവൻ ഇന്ന് ചുമ്മാ ഇങ്ങോട്ടേക്ക് വന്നേന്ന് പറയുമ്പോൾ അവളാണ് എങ്കിൽ പിന്നെ ഇങ്ങനത്തെ റൊമാൻറ്റിക് ഡയലോഗൊക്കെ പെണ്ണുങ്ങളായിട്ടല്ലേ സംസാരിക്കത്തുള്ളൂ എന്ന് പറഞ്ഞ് ഇവന്റെ ഗേൾഫ്രണ്ടിനെ കുറിച്ചാണോ പറയുന്നത് ചോദിക്കുമ്പോൾ അവൻ അത്രയും ഡീറ്റെയിൽ ആയിട്ടൊക്കെ ഇവളോട് പറയുന്നത് എന്തിനാന്ന് പറഞ്ഞ് അവന് സൈലന്റ് ആയിട്ടിരിക്കും. ഇത് കേട്ടിട്ട് അവളാണ് അറിയാത്ത ആൾക്കാരോടല്ലേ നീ എല്ലാം തുറന്നു പറയണ്ടേ, കാരണം നമ്മൾ പിന്നീട് ഇനി കാണത്തോലില്ല, എങ്കിൽ പിന്നെ എന്നോട് പറഞ്ഞുകൊണ്ട് എന്തോ സംഭവിക്കാൻ പോന്ന്, എന്നെ കുറിച്ച് എന്തായാലും അറിഞ്ഞല്ലേ, അതുകൊണ്ട് നീയും കൂടെ പറ എന്നിന് അവളും ചോദിക്കുമ്പോൾ അവനാണ് അത് കുറച്ച് ലോങ് സ്റ്റോറിയാന്ന് പറഞ്ഞ് അവൾക്കിപ്പോ ഒരു ബോയ് ഫ്രണ്ട് ഉണ്ടെന്ന് അറിയും. അത് കേട്ട് അവളാണ് ഷോക്കായിട്ട് ബോയ് ഫ്രണ്ട് ആയിട്ട് അവളെ മറന്നില്ലെന്ന് അവളൊരു നോട്ടമൊക്കെ നോക്കിയിട്ട് ഇവന്റെ കൂടെ ഡിന്നറിന് വേണ്ടി പോകും. അങ്ങനെ രണ്ടുപേർക്ക് ഹോട്ടലിലുള്ള വഴി അറിയാതെ ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും ചുറ്റി കറങ്ങുമ്പോൾ അവളാണ് ജപ്പാൻ ഭാഷ അറിയാലോ എല്ലാവരോട് ചോദിക്കാൻ വേണ്ടി പറയും. പക്ഷെ അവനാണ് ഇതൊക്കെ ഈസി ആയിട്ട് അവൻ തന്നെ കണ്ടെത്തുന്ന പറഞ്ഞ് ലൊക്കേഷൻ നോക്കി വീണ്ടും തെറ്റിച്ചായിരിക്കും പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോഴാണ് രണ്ടുപേരും കൂടെ റെയിൽവേ ഗേറ്റിന്റെ അങ്ങോട്ടും ഇങ്ങോട്ടും പെട്ടുപോകുമ്പോൾ അവളാണ് റെസ്റ്റോറന്റ് ഇങ്ങോട്ടാന്ന് പറയും. പക്ഷെ അവനാണ് അങ്ങോട്ടാന്ന് പറയുമ്പോൾ ഇവള് പറയുന്ന പോലെ ഇങ്ങോട്ടാണെങ്കിൽ ഇവളുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഫോളോ ചെയ്യാൻ വേണ്ടി പറയും. അപ്പോഴാണ് അവനും ചിരിച്ചോണ്ട് ഇവന്റെ ചേട്ടൻ വിളിക്കുന്നുണ്ട്, ഫോൺ എടുക്കുമ്പോൾ അവന്റെ ചേട്ടനും അവന്റെ ഗേൾഫ്രണ്ടായിട്ട് വഴക്കായി അവളിപ്പോ ജപ്പാനിലേക്ക് പോയേക്കോന്ന് പറയും. അതുകൊണ്ട് അവൾ ഇട്ടേക്കുന്ന പോസ്റ്റ് കണ്ടിട്ട് അവൾ എവിടാന്നെല്ലാം കണ്ടെത്താൻ പറ്റുമെന്ന് ചോദിക്കുമ്പോൾ ഇവനിപ്പോ പോയ അതേ സെയിം ഐലൻഡ് ഇരുന്ന് ഫോട്ടോ ഇട്ടേക്കുന്നുണ്ട്. അവൻ ഷോക്കായി നിൽക്കും. അതേസമയം ചാമുഹിയും അവളുള്ള ആൾക്കാരോടൊക്കെ ചോദിച്ചിട്ട് ഇവിടെ തന്നെ റെസ്റ്റോറന്റ് നിറഞ്ഞ് അവൾ ബെറ്റി വിജയിച്ചെന്ന് പറയുമ്പോൾ ഇവൻ മുമ്പ് പറഞ്ഞ പെങ്കൊച്ച് ഇന്ന് അവളുടെ ബർത്ത്ഡേക്ക് ഇവിടെ തന്നെ വന്നെന്ന് പറയും. അത് കേട്ട് അവളും എങ്കിൽ പിന്നെ നിനക്കവൾ ഇഷ്ടമാണെങ്കിൽ നീ ഇവിടുന്ന് പോയിക്കോ, എന്നെ കുറിച്ചൊന്നും ആലോചിക്കണ്ട, ഞാൻ ഒറ്റയ്ക്ക് പോയിക്കോളാം, നിനക്ക് ഈ ചാൻസ് കിട്ടാ പിന്നെ വേറെ ചാൻസ് കിട്ടത്തില്ല, അതുകൊണ്ട് ഈ ചാൻസ് മുതലെടുത്ത് നിന്റെ ഇഷ്ടം പറയാൻ നോക്ക് എന്നിന് അവളും അവനെ പറഞ്ഞയക്കാൻ നോക്കുമ്പോൾ കറക്റ്റ് ഇവരുടെ ഇടയിൽ കൂടെ ട്രെയിനും ക്രോസ് ചെയ്തു പോകും. അങ്ങനെ അതിനേശം അവൾ നോക്കുമ്പോൾ അവൻ അവിടെ കാണത്തില്ല. അതിനേശ് ഇവളും കുറച്ച് സങ്കടത്തിലൊക്കെ അവന്റെ ഫോൺ നമ്പർ പോലും വാങ്ങിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞ് ഇവളൊറ്റയ്ക്ക് അവിടെ നടന്നു. അങ്ങനെ അവനെ പൊയ്ക്കോളാൻ പറഞ്ഞാലും ഇവളുടെ കൂടെ അവൻ വരണമെന്ന് അവൾ സത്യത്തിൽ വിചാരിച്ച്. അങ്ങനെ ജൂഹോജിൻ പ്രണയിക്കുന്ന വേറെ ആരുമല്ല, അവന്റെ ചേട്ടൻ വിളിച്ച് സംസാരിച്ചപ്പോൾ തന്നെ മനസ്സിലായി കാണും അവന്റെ ചേട്ടൻ സ്നേഹിക്കുന്ന ആ പെണ്ണിനെ തന്നെയായിരുന്നു ഇവൻ ആദ്യം തൊട്ടേ പ്രണയിച്ച്. പക്ഷെ അവൾ ഇവന്റെ ചേട്ടനായിട്ടാണ് സെറ്റായ. അതിനേശ് ഇവിടെ ചാമുഹിയും തിരിച്ച് നാട്ടിലേക്ക് ചെന്നിട്ട് അവൾ ഡൊറാമി എന്ന് പറഞ്ഞൊരു ക്യാരക്ടറിന് വേണ്ടി ഷൂട്ടിംഗ് ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ ഇവളുടെ ക്യാരക്ടർ ഒരു സൈക്കോപാത്താണ്. അങ്ങനെ അവളുടെ എനിമീസിനെല്ലാം കൊല്ലുന്ന അവളുടെ
ഇവളുടെ ഇരിക്കുന്ന സോംബീസിനെ കൊണ്ട. അങ്ങനെ ടേക്കൊക്കെ എടുത്തിട്ട് ഇവളുടെ ഡയറക്ടറും ഇവളാണ് ഈ കഥയിലെ മെയിൻ ക്യാരക്ടർ എന്ന് പറഞ്ഞ് ഡൊറാമി മൊത്തത്തിൽ ഫേമസ് ആണെന്ന് പറയും. അതിനേശം ഇവളുടെ മാനേജർ കിമ്മാണ് അവിടേക്ക് വന്നിട്ട് ഇത് ഏത് സീരീസാ, ഹൊറർ ആണോ കോമഡി ആണോ എന്ന് അവനോലും അറിയത്തില്ലെന്ന് പറയും. അപ്പോഴാണ് അവളും ഇവൻ വെറുതെ സംശയിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഡയറക്ടർ ഭയങ്കര ജീനിയസാന്ന് പറഞ്ഞ് അങ്ങേരെ വിശ്വസിക്കാൻ പറയും. അങ്ങനെ ഇവൾ ആദ്യമായിട്ട് മെയിനായിട്ട് ആക്ട് ചെയ്യുന്ന ഒരു സീരീസ് ആണിത്. അതുകൊണ്ട് തന്നെ അവൾ എന്ത് കിട്ടിയാലും ചെയ്യാൻ തയ്യാറായിട്ടിരിക്കുക. അങ്ങനെ ആ സമയത്തും ഡയറക്ടർ സ്റ്റണ്ടുകാരായിട്ട് വഴക്കായി അവസാനം അവർ വരുന്നില്ലെന്ന് പറഞ്ഞാണ്. അങ്ങനെ ഷൂട്ടിങ്ങിന്റെ ലാസ്റ്റ് വെറുതെ കൊളവാകണ്ടെന്ന് വിചാരിച്ച് ചാമോഹി അവള് തന്നെ ആ സ്റ്റണ്ട് ചെയ്യാൻ വേണ്ടി തീരുമാനിക്കും. അങ്ങനെ അതുകൊണ്ട് ഡയറക്ടർ സന്തോഷെത്തി ഇത് കുറച്ച് ടഫായിട്ടുള്ള സീനാ, പക്ഷെ ഇവൾ ചെയ്യാൻ സമ്മതിച്ചതിന് അങ്ങനെ താങ്ക്സ് പറയും. അപ്പോഴാണ് അവളും എത്ര വലിയ സീനാണെങ്കിലും അവൾ തന്നെ ആക്ട് ചെയ്യുന്ന പറഞ്ഞ് അവളും ധൈര്യത്തിലൊക്കെ ഇരിക്കുമ്പം ഇവരും ഫയർ വർക്ക്സ് വരുന്നതിന് മുമ്പേ തന്നെ ഷൂട്ടിംഗ് എല്ലാം തീർക്കണം എന്ന് പറഞ്ഞ് എല്ലാം പെട്ടെന്ന് ചെയ്യും. അങ്ങനെ ബിൽഡിങ്ങിൽ നിന്ന് താഴേക്ക് വീഴുന്നതാണ് അവൾ ചെയ്യേണ്ട സീൻ. അങ്ങനെ അതേപോലെ അവൾ പെർഫെക്റ്റ് ആയിട്ട് ചെയ്തു തീർക്കുമ്പം ഇവെല്ലാരും കൂടെ വീണ്ടും അവളെ പൊക്കിയെടുത്തോണ്ടിരിക്കും. പക്ഷെ ആ സമയത്താണ് ആ റോപ്പാണി പൊട്ടിപ്പോയി ഇവൾ ആ ബിൽഡിങ്ങിൽ നിന്ന് താഴോട്ടങ്ങ് വീഴും. അങ്ങനെ അതോടെ അവളുടെ തല ചെന്ന് തറയടിച്ച് അവളും ബോധമില്ലാത്ത അവസ്ഥയിലേക്ക് പോകും. അങ്ങനെ ആ സമയത്ത് ആകാശത്തെ ഫയർ വർക്സ് കണ്ടിട്ട് എല്ലാരും ഈ സമയത്ത് ആഘോഷിക്കുമ്പോൾ ഇവളുടെ ജീവിതം ഇതോടെ അവസാനിക്കാൻ പോവാണെന്ന് പറഞ്ഞ് അവള് കരഞ്ഞോണ്ട് ആ വേദന സഹിച്ചോണ്ട് അതെല്ലാം കണ്ടോണ്ടിരിക്കും. അങ്ങനെ അതിനുശേഷം ഇവളിപ്പോ കണ്ണോർന്ന് നോക്കുമ്പോഴാണ് മേഡം ചാമൂഹി എഴുന്നേറ്റെന്ന് പറഞ്ഞ് ഡോക്ടേഴ്സ് ഒക്കെ സന്തോഷിച്ച് ഇവളെ നോക്കും. അതേസമയം ഇപ്പൊ ബോധത്തിലേക്ക് വരുന്ന ഇവളാണ് എന്തോ സംഭവിക്കുന്നറിയാതെ അവളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ പുറത്ത് ന്യൂസുകാരൊക്കെ നമ്മുടെ ഫേമസ് ആയിട്ടുള്ള ഡോറാമിക്ക് ബോധം വന്നെന്ന് പറഞ്ഞ് അവളെ കുറിച്ചുള്ള ന്യൂസ് വൈറലായിക്കൊണ്ടിരിക്കും. കാരണം ഇവൾ അവസാനമായിട്ട് ആക്ട് ചെയ്ത ആ സീരീസ് ആണ് വമ്പ ഹിറ്റായിട്ട് മാറി. അങ്ങനെ അതുകൊണ്ട് ഇവൾക്കിപ്പോ ലോകം ഫുള്ളും കുറെ ഫാൻസ് ആയിട്ട് മാറി. അങ്ങനെ കോമയെ കിടന്ന അവള് 6 മാസം കഴിഞ്ഞ് ഇപ്പൊ ബോധം വന്നെന്ന് പറഞ്ഞ് ന്യൂസിലൊക്കെ കാണിക്കുമ്പം എല്ലാവർക്കും ഇത് ഭയങ്കര സന്തോഷമായിട്ടുള്ള ന്യൂസ് ആയിട്ട് മാറും. അതേസമയം ഇത് കാണുന്ന ഹോജിനാണ് സന്തോഷത്തി ഇപ്പോഴെങ്കിലും നീ എഴുന്നേറ്റോന്ന് പറഞ്ഞ് അവൻ ആ ന്യൂസ് കണ്ട് സന്തോഷത്തിരിക്കും. ഇതേ സമയം ഇവിടെ ചാമൂഹിയാണ് ഇവൾ എഴുന്നേറ്റ് നോക്കുമ്പോൾ ഇവളുടെ ജീവിതം തന്നെ മൊത്തത്തിൽ മാറിയെന്ന് പറഞ്ഞ് അവള് മൊത്തത്തിൽ ഷോക്കിയിരിക്കും. അങ്ങനെ ഈ ഒരു സീനോടെയാണ് നമ്മുടെ ഫസ്റ്റ് എപ്പിസോഡ് അവസാനിക്കുന്നത്. ഈ ഡ്രാമ എത്രയൊക്കെ ഇഷ്ടപ്പെടുന്ന താഴെ കമന്റിൽ പറയുക. അടുത്ത എപ്പിസോഡിന് വെയിറ്റ് ചെയ്യുന്നവർ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്തിട്ട് മറക്കാൻ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഷെയർ ചെയ്യുക. സോ ഇനിയിപ്പോൾ നമ്മൾ അടുത്ത എപ്പിസോഡിൽ കാണാം.